പോപ്പുലർ വെബ് സീരീസായ മണി ഹേസ്റ്റിനും ഈ വീടിനും തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളത് നിങ്ങൾക്കറിയോ? രണ്ടിൻ്റെയും ഒരു പേര് തന്നെയാണ്, ലാ കാസ ഡി പേപ്പൽ. അതിൻ്റെ അർത്ഥം ദി ഹൗസ് ഓഫ് പേപ്പർ. തൃശ്ശൂർ പാപ്പാളി ബീച്ചിലെ ഈ വീടും പേപ്പർ ഡിസൈൻ തന്നെയാണ്. കടലിൽ നിന്ന് വെറും 550 അടി ദൂരം, 8.5 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പത്തിൽ യൂണീക്ക് ആർക്കിടെക്ചറൽ ഡിസൈൻ. ഏത് തിരക്കുകളിൽ പെട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്തായ പോലും ആ തിരക്കുകളിൽ നിന്ന് മാറുന്ന സമയത്ത് കുറച്ച് സമയം നമുക്ക് വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നാവുന്ന രീതിയിലുള്ളൊരു വളരെ ചെറിയൊരു വീട്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മുടെ ആഗ്രഹം എന്തായിരുന്നു അത് 100% നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള രീതിയിലുള്ളൊരു വീട് തന്നെയാണ് നമ്മുടെ ആർക്കിടെക്ട്സ് രണ്ടുപേരും ചേർന്ന് നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു സ്റ്റാർക്ക് കണ്ടംപററി ഫോം പോലും സത്യത്തിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സ്റ്റൈലിസ്റ്റിക്. അത് ഈ ഒരു സൈറ്റ് കൺസ്ട്രെയിൻസ്, ഇവിടുത്തെ സൈറ്റ് കൺസ്ട്രെയിൻസ് ഡിഫൈൻ ചെയ്തതാണ് ഈ ഒരു ഫോം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്ലോട്ടിൻ്റെ ഒരു സൈഡിൽ ഇവിടുത്തുകാരൊക്കെ കടലിലേക്ക് പോകുന്ന വഴിയാണ്, മറ്റു വശങ്ങളിൽ ആൾതാമസമുള്ള വീടുകളും. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു എക്സ്ക്ലൂസീവ് ബീച്ച് വില്ല എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശരിക്കും നമ്മൾ യൂഷ്വലി പോകാറുള്ള ഒരു ഓപ്പൺ ബീച്ച് വില്ല കോൺസെപ്റ്റ്, ആ ഒരു ലാംഗ്വേജ് നമുക്ക് അതുകൊണ്ട് ആവില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ഫോമിലേക്ക് എത്തിയത്. ഇങ്ങനെയൊരു ബിൽറ്റ് വോളത്തെ മുഴുവൻ എൻവലപ്പ് ചെയ്യുന്ന ഈ ഒരു ഫോം, it actually shields the interior from the chaotic, busy, mundane life and channels the focus towards the sea. ശരിക്കും നമുക്കിവിടെ ഈ ഒരു ഒറ്റ കാഴ്ചയാണ്, പക്ഷേ നമുക്കിത് പലയിടങ്ങളിൽ നിന്നും പലതായിട്ട് ഫീൽ ചെയ്യുന്നത് പോലെയാണ് നമ്മളിതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആദ്യ സീ വ്യൂ ഒന്ന് എലിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളിതിൻ്റെ ഒരു എൻട്രി മുതൽ കുറച്ചൊരു ഡ്രമാറ്റിക് ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. നമ്മളൊരു കടലിൻ്റെ കാഴ്ച മുഴുവനായിട്ട് കാണുന്നതിന് മുന്നേ പ്ലോട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യും. കെട്ടിടത്തിൻ്റെയും ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഒരു ഫ്ലൂട്ടഡ് ബ്രിക്ക് വാളിൻ്റെ ലൂടെ, ഒരു നാരോ എൻട്രിയിലൂടെ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഈ ഒരു വാസ്റ്റ് സീ എക്സ്പീരിയൻസിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഉള്ളിലേക്ക് വന്നാൽ തന്നെ നമ്മൾ വശങ്ങളിലേക്ക് പോകും തോറും കുറച്ചും കൂടി ഒരു മിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുക. അത് പുറത്തെ ഈ പാറ്റിയോയിലേക്ക് വരുമ്പോഴേക്കും മുഴുവനായിട്ട് വിടർന്ന് വരുന്നത് പോലെ, നമ്മുടെ കടൽ മുഴുവനായിട്ട് കാണുന്നത് പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറുന്ന നിമിഷം മുതൽ ഈ കെട്ടിടം സത്യത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റുപാട്ടിലുള്ള ദൈനംദിന ജീവിതത്തിൽ നിന്നും കട്ട് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഫോക്കസ് കടലിലേക്ക് മാത്രമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. So when Bimal approached us with this property for making a weekend home, there was an existing building over here, and this is quite close to the sea. So one of the major requirement was the area should not be exceeded, the footprint should not be exceeded. So that actually shaped this building drastically, because the upper floor had to be smaller, the ground floor had to be bigger, and we wanted to shield both the sides. So what we did is just extended the roof from the top till the ground, and that is how the form has come out. The area of this building had to be limited to 950 square feet due to the sea hazard restrictions. Also the footprint had to be limited. The upper floor was supposed to be smaller, the ground floor had to be bigger. That's how this form has been arrived. So it looks similar to a paper which is folded in a single fold, and then to open up on the front beach side we had to chamfer it further, and that's how this form has derived. Many misunderstand this building as an A-frame structure, but it is not. Conventional load-bearing building with exposed brick walls and concrete slab.
സ്റ്റെയർ കേസും അതുപോലെ തന്നെ നമ്മൾ വളരെ ഹൈറ്റ് കുറച്ച് അവിടെ കുറച്ച് ലൈറ്റ് ലിമിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്തെടുത്തത് അത് തുറന്നു പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ച വളരെ ഒരു കോസി ബെഡ് സ്പേസ് എന്നുള്ള രീതിയിൽ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ ബെഡ് സ്പേസും നമ്മളതിൻ്റെ ഹൈറ്റ് കുറച്ച് അതിൻ്റെ റൂഫ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ നമുക്കൊരു കടലിൻ്റെ പുതിയൊരു അനുഭവം തന്നെ തരണം എന്നുള്ള രീതിയിലാണ്. The biggest challenge over here was getting the services worked out, because all the plumbing lines, water supply lines, all had to go through the sloping roof up till the top. And also getting the work done with the conventional workers or the electrician, the plumber, who had never imagined a building will come up in this shape. ഇവിടുത്തെ പ്രധാന ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സർവീസസ് എങ്ങനെ നമ്മളുടെ സീ വ്യൂവിനെ ഇൻട്രപ്റ്റ് ചെയ്യാണ്ട് പ്ലേസ് ചെയ്യുന്നുള്ളതായിരുന്നു. കാരണം ഇവിടെ 2 വലിയ ടോയ്ലറ്റ്സും ബാത്ത് ടബും സ്റ്റെയർ കേസും വാട്ടർ ടാങ്കും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെങ്ങനെ സീ വ്യൂവിനെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ പ്ലേസ് ചെയ്യുന്നുള്ളതായിരുന്നു ഡിസൈനിലെ ചാലഞ്ച്. The property is on the edge of the beach with a lot of humidity and heat. We had to give the fall ceiling under the roof using rubber wood panels 8x4 size. For the flooring we have used joint-free Kota 2x2 size and polished on top.